ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് EK. അപ്പം ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എടുത്തപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് പേര് നമ്മളുടെ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, പല കംപ്ലൈൻറ്റുകളും ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ തീർക്കാം എന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ വന്നതാട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മെഗാ സമ്മാനം, അതായത് ഞാൻ എല്ലാവരും പറഞ്ഞു ഒന്നുകൂടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് പറയണം എന്നിങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു മെഗാ ചലഞ്ചായിട്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കുക. വേറെ ഒന്നുമല്ല, 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ 1 lakh ആട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമ്മളൊരു ജീപ്പ് സമ്മാനം നൽകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ജീപ്പ് പറ്റിയാൽ ഇതേ ഷേപ്പ് തന്നെ ആക്കി ഞാൻ കൊടുക്കും, പറ്റുവാണെങ്കിൽ. അതല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം പോലെ ചിലപ്പോൾ കൂടിയതാവാം കുറഞ്ഞതാകാം, ഏതായാലും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാവുന്നത് മാക്സിമം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും ചാനലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനും കൂടുതൽ കൂട്ടുകാർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുക്കാനും അവരെയും കൊണ്ട് കൂടുതൽ നമ്മുടെ ചാനലിലേക്ക് ആകർഷണീയമാക്കി എടുക്കാനൊക്കെ നിങ്ങളെ കൊണ്ടാ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, നിസ്സാരം. നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, നിയാസ് EK വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചാനൽ കൂടുതൽ നിങ്ങളായിട്ട് ഫോളോ ചെയ്യണം. അത് മാക്സിമം ആ ഇൻസ്റ്റാ പേജ് നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ലിങ്ക്, അതായത് ആ ഇൻസ്റ്റാ പേജ് നമ്മുടെ വീഡിയോസ് ഏതെങ്കിലുമൊക്കെ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ടാഗ് ചെയ്തിടുക. അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട്. അത് പറ്റുന്നവരും എല്ലാവർക്കും ഇൻസ്റ്റാ പേജ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതായത് കമൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ബന്ധുക്കളോ ആരും ആകാം, അവർക്ക് നിങ്ങൾ നമ്മുടെ ചാനലിലെ ലിങ്കോ വീഡിയോസിൻ്റെ ലിങ്കോ അയച്ചു കൊടുത്ത് അവരെയും കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, അവരോട് വീഡിയോ കാണാൻ പറയുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതിൽ മിനിമം 5 പേരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നമ്മുടെ ചാനൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ 5 പേരുടെ പേരും എഴുതി നിങ്ങളുടെ പേരും ഫോൺ നമ്പറും സ്ഥലവും അടിയിൽ മെൻഷൻ ചെയ്തിട്ട് എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർ ഇന്നലെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതായത് ചെയ്ത കമൻറ്റുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കമൻറ്റുകളൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 കമൻറ്റ് ചെയ്യണമെന്നുള്ളവർ ആദ്യം ഒരു 5 പേരെ വീഡിയോ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത 5 പേർക്ക് നമ്മുടെ ചാനലിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവരുടെ പേര് താഴെ എഴുതുക. അപ്പോൾ വ്യത്യസ്തമായ പേരുകളായിരിക്കും താഴെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് എത്ര പേരെ വേണമെങ്കിലും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം, എത്ര പേരുടെ വേണമെങ്കിലും പേര് അതിൻ്റെ അകത്തേക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു 5-6, ഇപ്പോൾ ഒരാൾ 5 പേര് ഇട്ടു, കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത 5 കൂട്ടർക്ക് അയച്ചു കൊടുത്ത് അവർ 5 പേര് അടുത്ത കമൻറ്റ് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നറുക്കെടുക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പേര് വരാൻ ചാൻസ് കൂടുതലുണ്ട്. അതപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കുക. അങ്ങനെ എത്ര പേർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ ആഡ് ചെയ്യുന്ന 5 കൂട്ടുകാർക്ക് വീണ്ടും അവർക്ക് അവരുടെ വേറെ 5 കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അവർക്ക് അങ്ങനെ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാക്സിമം ചെയ്ത് നമ്മൾ നറുക്കെടുക്കുന്ന ഒരു വിജയിക്ക് നമ്മൾ ജീപ്പാണ് സമ്മാനം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഒരു അടിപൊളി ഇവൻ്റായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചെറിയൊരു സമ്മാനം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു ടെൻ്റായിരുന്നു. അപ്പോൾ ഒരു പുള്ളി നമ്മളുടെ ചോദിച്ചു, ഇനി ജീപ്പ് കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോഴേക്കും ശരിയാണ്. കാരണം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജീപ്പ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇഷ്ടപ്പെട്ട് എന്നിട്ട് അതൊരെണ്ണം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പലർക്കും. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴേക്കും അതൊരു നല്ല കാര്യമാണ്, എടുത്ത് കൊടുത്താൽ നല്ലതാലോ എന്ന് ഓർത്തു. എന്ന് വെച്ചുകൊണ്ട് വലിയ പുത്തൻ വണ്ടിയൊന്നും അല്ല കേട്ടോ. നമ്മളെടുത്ത പോലെ തന്നെ ഒരു പഴയ വണ്ടിയായിരിക്കും, മോഡൽ ഈ ഒരു റേഞ്ചൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇത് കൂട്ടൊരു ഇച്ചിരി ചിലപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് മോഡൽ കൂടിയതെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മോഡൽ കൂടിയതെടുക്കാം. നമ്മുടെ കയ്യിൽ അന്നത്തെ ബഡ്ജറ്റ് എങ്ങനെയാണോ, അതായത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നല്ല മുടക്കുന്നത്, നമുക്ക് യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടിയാൽ നല്ലൊരു ഇതുവരെ വലിയ കാര്യമൊന്നും കിട്ടലൊന്നുമില്ല. 2 മാസം കൂടുമ്പോഴേക്കും ഒരു 7,000-7,500 രൂപ വെച്ച് കിട്ടും, അതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വലിയ കോടീശ്വരനായതുകൊണ്ടൊന്നും അല്ല. അപ്പോൾ ഇനി കിട്ടുന്ന പൈസ ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി വിനിയോഗിക്കും. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് നിങ്ങളിൽ ആരും ആകാം ഭാഗ്യവാൻ, ആർക്ക് വേണമെങ്കിലും ആവാം. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പ് ബൈക്കൊക്കെ പലരും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീപ്പ് കൊടുക്കുന്ന സംഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കൂടെ ആയിക്കോട്ടെ എന്ന് ഞാനും ഓർത്തു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്കൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിത് ഒരു ചെയർ മേടിച്ചാട്ടോ. ചുമ്മാ നല്ല സംഭവം, ഇരിക്കാം, നല്ല കൂളായിട്ട് ഇരിക്കുകയും ചെയ്യാം, എവിടെയെങ്കിലും കൊണ്ടുപോകുകയും ചെയ്യാം. അത്യാവശ്യം ചുമ്മാ മടക്കി എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമുണ്ട് കേട്ടോ. അതോ കണ്ടോ, സിമ്പിളാണ്. അത് ചുമ്മാ മേടിച്ചു എന്നുള്ളൂ. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇത്തവണ നമ്മുടെ ഫസ്റ്റ് സമ്മാനം കൊടുക്കുന്നത് ഒരു ടെൻറ്റാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ടെൻറ്റ് വാങ്ങിച്ചപ്പോൾ ആ കൂടെ ഞാനും മേടിച്ചാട്ടോ. അത് ടെൻറ്റ് ഇതേ പുതിയത് മേടിച്ച് തിരുപ്പുണ്ട്, കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് കണ്ടോ. ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ച ടെൻറ്റാട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇനിയും
കഴിഞ്ഞിപ്പോൾ പുല്ല് എടുക്കാൻ പോകണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നറുക്കെടുപ്പ് ഈ ആഴ്ച തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് അവർക്ക് നമ്മൾ ഈ ടെൻ്റ് അഴിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച തന്നെ നറുക്കെടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഒത്തിരി പേര് എൻ്റെ ചോദിച്ചു നമ്മുടെ പവർ സ്റ്റിയറിങ് ചെയ്യുമ്പം അത് ഏതാണ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നമുക്കാണെങ്കിൽ പവർ സ്റ്റിയറിങ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഞാനാണെങ്കിൽ നമ്മുടെ ഒരു ബൊലേറോ ഉണ്ടായിരുന്നു ബ്ലാക്ക്, അത് ഞാൻ ആദ്യം പവർ സ്റ്റിയറിങ് കയറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ മഹീന്ദ്രയുടെ പവർ സ്റ്റിയറിങ്ങാണ് കയറ്റിയിരുന്നത്, പിക്കപ്പിന് തന്നെ. അപ്പോൾ ആ പവർ സ്റ്റിയറിങ് മേടിച്ച് കയറ്റിയ സമയത്ത് അതിന് കംപ്ലയിൻറ്റ് വന്നിട്ട് റിട്ടേൺ കൊടുത്ത് പിന്നെ ടവേരയുടെ തന്നെ ആക്കി. ഇപ്പോൾ എൻ്റെ ജീപ്പിലിരിക്കണത് ഇതുണ്ടോ, ഇതാട്ടോ ഇതാണ് സ്റ്റിയറിംഗ് ബോക്സ്. ടവേരയുടെ ആയിരിക്കുന്നത്. ടവേരയുടെ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പം, ഇത് ഇച്ചിരി താന്നാ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് ടവേരയുടെ എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഈ സാധനം മേടിച്ച് ഞാൻ കയറ്റുകയോ ചെയ്തേ. അപ്പോൾ ഇത് കയറ്റിയ സമയത്ത് എനിക്ക് നല്ല എന്താ പറയുക, ഒരു കുഴപ്പം ഉണ്ടായില്ല. പിന്നെ അതെ ആ കാണുന്നത് കണ്ടോ, ആ ഒരു 3 തുള കാണുന്നത്, ആ കാണുന്നതാണ് ടവേരയുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ്. അത് പമ്പ് ഇപ്പം ടവേരയുടെ തന്നെ ആവണമെന്നില്ല, വേറെ ആരുടെ ആവാം. ഇതെൻ്റെ ഒരു ബോൾട്ട് പൊങ്ങി നിൽക്കണേ കേട്ടോ. അപ്പോൾ ഈ പവർ സ്റ്റിയറിങ് നമ്മൾ ജീപ്പിൽ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു, ഞാനിത് അന്ന് മേടിച്ചപ്പോൾ ആ ജീപ്പിൻ്റെ ബൊലേറോയ്ക്ക് മേടിച്ചപ്പോൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സിന് മാത്രം 18,000 രൂപയായി. പമ്പാണെങ്കിൽ 4,000-ൻ്റെ ഉണ്ട്, 8,000-ൻ്റെ ഉണ്ട്, 2 മോഡൽ പമ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ പമ്പിന് ഏത് വെള്ളം മേടിക്കാം. പിന്നെ അതിൻ്റെ വയറ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഫിറ്റിങ്, പിന്നെ വണ്ടിക്കകത്തുള്ള പുള്ളി മാറാനുണ്ട്. പുള്ളി അത് മാറ്റി നമുക്ക് അതിൻ്റെയും കൂടെ മോട്ടർ പിടിപ്പിക്കാനുള്ള രീതിയിലുള്ള പുള്ളിയും കൂടെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ടും ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് എൻ്റെ കണക്ക് പ്രകാരം ഒരു 30 രൂപ 33 രൂപ റേഞ്ച് നമുക്ക് പവർ സ്റ്റിയറിങ് ചെയ്യാൻ വേണ്ടി ആകും. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക്. ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് പിന്നെ അത് ഇരിക്കണത് ഇതിൻ്റെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും മഹീന്ദ്ര ബൊലേറോയുടെയോ പിക്കപ്പിൻ്റെയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇതിന് ഏകദേശം 22,000 രൂപയോടെ തന്നെ സ്പെയർ പാർട്സ് തന്നെ മേടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അത് കയറ്റി വരുമ്പോഴും അതും ആകും. അപ്പോൾ അത് രണ്ടും കൂടെ തന്നെ ഏതാണ്ട് 60,000 രൂപയോളം നമുക്കത് മുടക്കേണ്ടതായിട്ട് വരും. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ബൂസ്റ്റർ ബൊലേറോ 2005 വണ്ടിയുടെ ബൂസ്റ്ററാട്ടോ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത്. ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇത് 2005 ബൊലേറോയിൽ നമ്മുടെ വണ്ടിയിൽ ഇരുന്ന ബൂസ്റ്ററാണ്, അത് അതിൻ്റെ പമ്പുമാണ്. ഇത് രണ്ടുമാണ് നമ്മൾ മേടിച്ചിരുന്നത്. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഏതാണ്ട് 60,000 രൂപയോളം അതും ആകും കേട്ടോ. പിന്നെ കുറേ പേര് വെച്ച് നോസിൽ കംപ്ലയിൻറ്റ് വരുമെന്ന്. എൻ്റെ വണ്ടിയിൽ ഇവിടുന്ന് മൊത്തം ഓയിൽ ലീക്കായി, ഡീസൽ ലീക്കായി വരുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ നോസിൽ പണിതു. അതിന് 9,000 രൂപ നോസിൽ പണിതതിനായി കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ പമ്പ് മാറിയായിരുന്നു. ഈ വണ്ടിയുടെ പമ്പ് മാറിയെന്ന് വെച്ചാൽ നമ്മൾ 2003 മോഡൽ ഈ ബൊലേറോയിലൊക്കെ വരുന്ന പമ്പാണ് മേടിച്ച് കയറ്റിയത് വണ്ടിയിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹെഡും മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വലിച്ച് ഓഫിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഉപകാരമായിട്ട് തോന്നിയത് സ്വിച്ച് ഓഫ് ചെയ്യണം, താക്കോലും കൊണ്ട് സ്വിച്ചിൽ ഓഫ് ചെയ്യണ സംഭവം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പമ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ മാറി. അതാണ് ഇതിൻ്റെ ഡീസൽ ഫിൽറ്ററൊക്കെ ഈ സൈഡിലേക്ക് വന്നേക്കണായിട്ട്. ഇവിടെയാണ് ഇപ്പോൾ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലായിരുന്നു ആദ്യം. അപ്പോൾ അവിടെ ഇങ്ങനെ പമ്പ് ചെയ്ത് നല്ല പാടായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് താക്കോലെ തന്നെ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സ്ഥലത്തൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്ത് ഇറങ്ങാനൊക്കെ വരുമ്പോൾ ചില സാഹചര്യങ്ങൾ അതാണ് എനിക്ക് ഇച്ചിരി യൂസായിട്ട് തോന്നിയത്. അതുകൊണ്ട് മേടിച്ച് കയറ്റി. പക്ഷേ വേറൊരു കാര്യം, നമ്മൾ വണ്ടികളിൽ ഇതുപോലെ താക്കോലയിൽ ഓഫ് ചെയ്യുന്ന വണ്ടികളാകുമ്പം താക്കോല ഓഫ് ചെയ്യുമ്പോൾ ഇത് കൂട്ട് പമ്പുകളൊന്നും അഴിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ ഒരു 5-8 രൂപ മുകളിലേക്ക് പൈസ മുടക്കാവും. നേരെ മറിച്ച് താക്കോലിൽ ഓഫ് ചെയ്യാതെ വലിച്ച് ഓഫ് ചെയ്യണ വണ്ടികളിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനത്ര റേറ്റ് ആവത്തില്ല. ഒരു 4 രൂപ 5 രൂപ റേഞ്ചിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്റർ ഇത് വേറെയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിന് കമ്പനി വിടുന്ന ഇത് കൂട്ടല്ലായിരുന്നു. ഇത് നമ്മുടെ ഈ ബൊലേറോയിലൊക്കെ വരുന്നതിൻ്റെ ഒരു മോഡൽ റേഡിയേറ്റർ ആട്ടോ ഇതിനകത്തിരിക്കുന്നത്. ഇനി അതിപ്പോൾ കൂളൻ്റ് ഒഴിച്ചിരിക്കുന്നത്. വണ്ടി ഓടിയോണ്ട് നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. പിന്നെ വേറെ എന്തായിരുന്നു ചോദിച്ചേ? പിന്നെ കുറേ പേര് വണ്ടിയിൽ വൈപ്പർ ഫിറ്റ് ചെയ്യാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ വണ്ടിയുടെ വൈപ്പർ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്നൊരു ഡിസൈനിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്ന വെള്ളത്തുള്ളിയൊന്നും മാഞ്ഞ് പോകത്തില്ലായിരുന്നു. കാരണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാഴ്ച എനിക്ക് കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറി പോയാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്ത് ഈ സൈഡിലേക്ക് ആക്കണം, എന്നാലേ നമുക്കത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ഞാനത് പിന്നത്തേക്ക് വെച്ചത്. ഇനിയിപ്പം നമുക്ക് മേളിൽ നിന്ന് ഗ്ലാസിൻ്റെ ഫ്രെയിമിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലാക്കി കൊടുക്കാം എന്ന് ഓർത്തു. കാരണം ഇതിങ്ങനെ മാറ്റി വയ്ക്കലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ചെയ്താൽ നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടു.
പിന്നെ അതുപോലെ കുറേ പേര് വെച്ചത് ഫ്ലോർ മാറ്റ് എന്താ വണ്ടിയിൽ ഇടാത്തെ, അതുകൊണ്ടത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പം ഇപ്പം നമ്മുടെ വണ്ടി എന്തായാലും റഫായിട്ടാണ് കിടക്കുന്നത്, നല്ല നീറ്റൊന്നും അല്ലായിരുന്നു ആദ്യം മുതലേ. അതെ, അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോൾ എന്തായാലും എൻ്റെ സൂക്കേട് നിങ്ങൾക്ക് അറിയാമല്ലോ, ചില്ലറ സൂക്കേടൊന്നും അല്ല, അത് വേറൊരു കാര്യം. ഇങ്ങനെ ഗ്ലാസും തുറന്നിട്ട് കഴിഞ്ഞ ദിവസം മഴയത്ത് പോലും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ കൂടെ ഇട്ട് തരാം കേട്ടോ. മാറ്റം വരും. അപ്പോൾ എങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് കയറ്റി കുത്തി കയറ്റി വെക്കാം. ഇനി അതല്ല, നല്ല മഴയത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ പോലും വെച്ചാലും ഇതിൻ്റെ അകത്ത് ഇരുന്നോളും. പിന്നെ വേറൊരു ഗുണം, ഞങ്ങളന്ന് ഗോവയ്ക്ക് പോയ സമയത്ത് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ചെന്ന് നിർത്തിയിട്ട് ഒരു പരിചയ സ്ഥലമല്ലോ, എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുമല്ലോ എന്നോർത്ത് ഞങ്ങൾ മൊബൈൽ സാധനമല്ല ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടു. എന്നിട്ട് ഇത് അതുപോലെ ഊരിയെടുത്ത് നമ്മുടെ അമലിൻ്റെ വണ്ടിയിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എന്തേ കാണാനില്ലല്ലോ എന്നൊക്കെ. എല്ലാവരും വീടുകളിൽ സേഫായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വന്നില്ല. ഇപ്പോൾ അമലിൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് തന്നെ 25 കിലോമീറ്ററോളം അമലിൻ്റെ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ടാണ് അമലും നമ്മുടെ വീഡിയോയിലൊന്നും ഇപ്പോൾ കാണാത്തത്. പിന്നെ യാസീൻ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ കൂടെ ഒക്കെ വരാറുണ്ട്. നമ്മുടെ കസിനാണ് യാസീൻ, ഷാക്കൂറിനെല്ലാം നമ്മുടെ കസിൻസാണ്. അപ്പോൾ അവന്മാരിടയ്ക്ക് വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ജിൻഷ വീട്ടിലാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് പഠിപ്പിയായിട്ട് പഠിച്ചുകൊണ്ട് നടപ്പുണ്ട്. ഫുൾ ടൈം അസൈൻമെൻറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര പഠിപ്പിസ്റ്റായി ഉള്ളി. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും വലിയ ബുദ്ധിജീവിയായിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് ടൈയൊക്കെ കെട്ടി നമ്മുടെ കൂടെ ഓഫ് റോഡിങ്ങിന് വരുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നതായിരുന്നല്ലോ, പിന്നെ വണ്ടിയിൽ ഡിസ്ക് ബ്രേക്ക് കയറ്റുമ്പോഴുള്ള ഗുണം അത് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ജീപ്പിൻ്റെ മെയിൻ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ പച്ചക്കറി പറിച്ച കേട്ടോ, മെയിൻ ഗുണം അതല്ല. മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ കൂടെയൊക്കെ ഇറങ്ങി പോയി കഴിയുമ്പോൾ ജീപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, വണ്ടി പിന്നെ ബ്രേക്ക് ഓട്ടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് തോന്നണ സ്ഥലത്തേക്കാണ് വണ്ടി ബ്രേക്ക് പിടിച്ചാൽ പോവുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം മാറാൻ വേണ്ടി നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ആക്കിയാൽ വളരെ ഉപകാരമാണ്. വണ്ടി സൈഡ് വലിക്കണ പരിപാടി മാറിക്കിട്ടും. കാരണം മറ്റേന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സൈഡിലേക്ക് പോകും, അപ്പുറ സൈഡിലാണ് പിടിച്ചെങ്കിൽ അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പ്രശ്നം നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആക്കി കഴിഞ്ഞാൽ മാറിക്കിട്ടും. അതാണ് ഡിസ്ക് ബ്രേക്ക് ആക്കണതിൻ്റെ ഒരു ഗുണം. പിന്നെ അതുപോലെ പുറകിൽ വലിയ ഡ്രം ബ്രേക്ക് ആക്കണ കാര്യം പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറിയ ഡ്രമ്മാണ് ഇരിക്കണേ, അത് വേണമെങ്കിൽ വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ബ്രേക്കിനൊരു കട്ടി കിട്ടും. പിന്നെ ബാക്കിൽ ഇപ്പോൾ സ്റ്റെപ്പിന് വെച്ചപ്പോഴേക്കും ഡോറയിൽ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു. ഞാൻ ഡോറിലൊന്നും ചെയ്തിട്ടില്ല. നോർമലി എനിക്ക് കിട്ടിപ്പോണ്ടായിരുന്ന ഡോറ് തന്നെയാണ്. പിന്നെ നേരത്തെ ഇതുണ്ട്, ഈ ഒരു പൈപ്പ് ഇതിൻ്റെ അകത്തോടെ കയറിപ്പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു പൈപ്പും കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ് താഴ്ചാടും, അത് വേറൊരു കാര്യം. അതിന് മാത്രം വലിയ പരിപാടിയൊന്നും ചെയ്തില്ല. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കമൻറ്റ് കിട്ടിയത്, നമ്മുടെ ജീപ്പിൻ്റെ പുറകിൽ തന്നെ കമ്പിപ്പാര പോലെ ഒരു ചുമന്ന സാധനം ഇരിക്കണേന്ന്. ഇത് ഫാം ജാക്കാണ് കേട്ടോ. ഇതിൻ്റെ യൂസ് എന്നതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്തതിന് അടുത്ത ദിവസം വേണമെങ്കിൽ കാണിച്ച് തരാം. പിന്നെ വലിയ ടയർ ഇട്ടിട്ട് ഇതുവരെ തട്ടലും മുട്ടലൊന്നും ഉണ്ടായില്ല. പിന്നെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇവിടെ ഒരു ഒരച്ചൽ വന്നു. കാരണം ഒരു 15 ചാക്ക് സിമെൻറ്റും കയറ്റിക്കൊണ്ട് പോയപ്പോഴേക്കും ഇതുണ്ട് ടയർ ഒരഞ്ഞ പാടുണ്ടോ. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ കട്ട് ചെയ്യണം. ഇപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കണ പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരച്ചിലുണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കും തട്ടലൊന്നുമില്ല, ഇവിടെ തട്ടിയത്. ഇതിങ്ങനെ ഉള്ളിലേക്ക് പോയി 15 ചാക്ക് കയറ്റുള്ളൂ, അപ്പോഴേക്കും തന്നെ തട്ടിയത്. അപ്പോൾ ഇതുകൊണ്ട് 15 ചാക്ക് സിമെൻറ്റും കയറ്റിക്കൊണ്ട് വന്നതിൻ്റെ ഒരു വിഷ്വലാട്ടോ ഇതുണ്ട്. അപ്പോൾ ഈ സൈഡ് വലിയ സീനില്ല, ഈ സൈഡ് ഒരഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പുറ സൈഡാണ് ഒരഞ്ഞത്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് നോക്കി കേട്ടോ, 25 ഉള്ളൂ, ഇനിയും കയറും കേട്ടോ ഈ സൈഡ്. ഇതിപ്പം പകുതി പോലും ആയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഇപ്പുറം നോക്കിയപ്പോൾ ടയറയിൽ ഒരഞ്ഞ മാർക്ക് ഉണ്ടോ. അപ്പോൾ ഈ സൈഡാണ് ഒരഞ്ഞേക്കണത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരഞ്ഞിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഇതൊന്ന് ചെരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും. അപ്പോൾ എന്നാലും വേണ്ടില്ല, അതും ചെയ്യണം, അത് മാറ്റണം. ഇനിയും കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സമയം ഒരുപാട് നീണ്ടു പോവുകയാണ്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നറിയാം. പക്ഷെ എന്നാലും ഒരു വെറുപ്പീരിനൊക്കെ ഒരു പരിധി വേണ്ടേ. കാരണം നമ്മളെല്ലാം കൂടെ ഒറ്റ കമൻറ്റിലിട്ട് ഒരു വീഡിയോയിൽ തീർത്ത് കഴിഞ്ഞാൽ ഇനിയും ഡൗട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കാൻ എല്ലാവരോടും പറയണം, മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വണ്ടിയുടെ സൈലൻസർ ചെറുതാക്കി ആദ്യമേ ചെയ്തതാണ്. ഏതാണ്ട് ഇപ്പോൾ ഒരു 5-8 മാസത്തിന് മേളിലായിട്ട് ചെറുതാക്കിയതാട്ടോ. കണ്ടോ, അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു വലിയ മഫ്ലറായിരുന്നു, അത് മാറ്റി ഇവിടെ ഒരു മഫ്ലറും വെച്ച് നേരെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ആക്കി കേട്ടോ. നേരത്തെ ബാക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി. ഞങ്ങളാണെങ്കിൽ ഇതിപ്പോൾ ഞങ്ങൾ ആ നെടുങ്കണ്ടത്തൊക്കെ പോയതിനൊക്കെ മുമ്പ് തന്നെ ആക്കിയതാണ്. കാരണം ബാക്കിലിരുന്നപ്പോൾ എനിക്കൊരു എന്തോ ഒരു ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഒരു സൗണ്ടുണ്ട്, അത് കേൾക്കാൻ രസമാണ്. അതുകൊണ്ട് അത് അന്ന് 5-8 മാസമായിട്ട് ആക്കിയതാണ്. അപ്പോൾ സൈലൻസറിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം വണ്ടിക്ക് സൗണ്ട് ഇപ്പോൾ വേറെ ആയിട്ട് തോന്നിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്.
പിന്നെ ഫ്രീ വീൽ അപ്പ് ഇടുന്ന എൻ്റെ കേസ് പറഞ്ഞിരുന്നു. ഞാനത് ഇട്ടിട്ടില്ല, ഇടാത്ത കാര്യം പിന്നെ നമ്മൾ പറയണ്ടല്ലോ. അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല. പിന്നെ ഞാൻ ഇടാത്തതിൻ്റെ കൂടുതലും കാര്യം ഫ്രീ വീൽ അപ്പ് ഇട്ട് നമ്മൾ ഓട്ടോ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി 2 വീലിൽ പോണ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നല്ല സ്പീഡിലൊക്കെ നമുക്ക് പോകാം, മൈലേജ് കൂടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഓഫ് റോഡ് മിക്കപ്പോഴും പോണത് കൊണ്ട് ചിലപ്പോൾ മഴയുള്ള സമയത്തായിരിക്കും 4 വീലിൻ്റെ ആവശ്യം തന്നെ. ഉടൻ തന്നെ മഴയും നനഞ്ഞ് ഇറങ്ങി ചെന്ന് അത് ലോക്കൊക്കെ മാറ്റി അപ്പുറ സൈഡും പോയി ലോക്കൊക്കെ മാറ്റിയിട്ടൊക്കെ വരുമ്പോഴേക്കും നനയുള്ളതെല്ലാം നനഞ്ഞ് കുളിച്ചൊരു വകയാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല, അത് ഇട്ടുമില്ല കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അത് ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കുറേ കമൻറ്റുകളുണ്ട്, ഞാൻ തീർച്ചയായിട്ടും അടുത്ത ദിവസം ഞാൻ ബാക്കി കാര്യങ്ങളും പറയാം കേട്ടോ. ആരും ഒന്നും വിദ്വേഷപരമായിട്ടൊന്നും ചിന്തിക്കരുത്, ഒന്നും തോന്നരുത്. നമുക്ക് ധൈര്യമായിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ എന്നായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീപ്പിനെ പറ്റിയുള്ള കമൻറ്റുകൾ എന്തുണ്ടെങ്കിലും, എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കാം, കമൻറ്റ് ചെയ്യാം. നമുക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ വലിയ എന്നാ പറഞ്ഞാൽ വലിയ മെക്കാനിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, അല്ലെങ്കിൽ വലിയ സെറ്റപ്പിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയാനും പാടില്ല. നമ്മുടെ ജീപ്പ് ചെയ്യാൻ പണത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി അതിലും നല്ലൊരു അടിപൊളി കിട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ ഡൗട്ടുകൾ തീർച്ചയായിട്ടും ചോദിച്ചാൽ മറുപടിയും കൂടെ കൂട്ടി ഞാൻ അടുത്ത വീഡിയോ ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് പിന്നെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.